ഞാൻ ഈ ലാപ്ടോപ്പിൽ നിന്ന് ഈ ഒരു ലാപ്പിലേക്ക് ഒരു ഫയൽ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എങ്ങനെയാണ് ഈ ലാപ്പിൽ നിന്ന് ഈ ലാപ്പിലേക്ക് കൃത്യമായിട്ട് ആ ഫയൽ എത്തിയത്? കാരണം ഈ രണ്ട് ലാപ്ടോപ്പുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ലാപ്ടോപ്പുകളെയും അത്തരത്തിലുള്ള ഡിവൈസുകളെ പരസ്പരം ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ കണക്ട് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് 10ാം ക്ലാസ്സിലെ ഐടിയിലെ 5ാമത്തെ ചാപ്റ്റർ നെറ്റ്വർക്കിംഗ്. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ട്രാൻസ്മിഷൻ മീഡിയ ആവശ്യമാണ്. രണ്ട് തരം ട്രാൻസ്മിഷൻ മീഡിയ ആണുള്ളത്. ഒന്ന് വയേർഡും മറ്റൊന്ന് വയർലെസ്സും. നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വയേർഡിനെ പറ്റിയാണ്. അതിനുവേണ്ടി കോമണായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കേബിൾ ഉണ്ട്. ആ കേബിളിൻ്റെ പേരാണ് UTP കേബിൾ. UTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്നതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളല്ല, കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. എനിക്ക് ഇത് അങ്ങനെ തന്നെ എടുത്ത് എൻ്റെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എനിക്ക് എന്ത് ചെയ്യണം? ഈ UTP കേബിളിൻ്റെ അഗ്രത്തിലേക്ക് ഒരു കണക്ടർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അതിൻ്റെ പേരാണ് RJ45. ഈ RJ45 എന്ന കണക്ടർ എനിക്ക് എൻ്റെ UTP കേബിളിൻ്റെ അഗ്രത്തിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഞാനൊരു ടൂൾ ഉപയോഗിക്കും. ആ ടൂളിൻ്റെ പേരാണ് ക്രിമ്പിംഗ് ടൂൾ എന്ന് പറയുന്നത്. ഈ ഉപകരണമാണ് അഥവാ ഈ ഒരു ടൂളിനെയാണ് നമ്മൾ ക്രിമ്പിംഗ് ടൂൾ എന്ന് പറയുന്നത്. ഈ ക്രിമ്പിംഗ് ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ RJ45 കണക്ടറിനെ നമ്മുടെ UTP കേബിളിൻ്റെ അഗ്രത്തിലേക്ക് അറ്റാച്ച് ചെയ്യാറുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു തിയറി ചോദ്യം കൂടിയാണ് ഇത്. നമ്മുടെ UTP കേബിളിൽ 4 ജോഡി വയറുകളാണുള്ളത്. 4 ജോഡി ചോദിക്കാറുണ്ട്. 4 പെയർ വയറുകളാണുള്ളത്. എന്നാൽ എത്ര വയറുകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8. അപ്പോൾ എത്ര വയറുകളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 വയറുകളും എത്ര ജോഡി അഥവാ എത്ര പെയർ വയറുകളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 പെയർ വയറുകളുമാണ് നമ്മുടെ UTP കേബിൾ ഉണ്ടാവുക. ചില സമയത്ത് അതിൻ്റെ കളർ ചോദിക്കാറുണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഗ്രീൻ, അതേപോലെ തന്നെ ഇവിടെ ഗ്രീൻ വൈറ്റ് ഉണ്ട്, അതുപോലെ ബ്രൗൺ ഉണ്ട്, ബ്രൗൺ വൈറ്റ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ബ്ലൂ വൈറ്റ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ഓറഞ്ച് വൈറ്റ് ഉണ്ട്. ഇത്രയും കളറുകളുള്ള വയറുകളാണ് നമ്മുടെ UTP കേബിളിനകത്ത് ഉള്ളത്. ക്രിമ്പിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ RJ45 കണക്ടർ നമ്മുടെ UTP കേബിളിൻ്റെ അഗ്രത്തിൽ അറ്റാച്ച് ചെയ്ത ശേഷം നമുക്ക് ഇതേപോലെ നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് നമ്മുടെ ലാപ്ടോപ്പുമായിട്ട് നമുക്ക് അവിടെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മളീ പഠിച്ച RJ45 കണക്ടറിനെ പോലെ തന്നെ നമ്മുടെ ടെലിഫോൺ ശൃംഖലയെ മോഡവുമായി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു കണക്ടർ ഉണ്ട്. അതിൻ്റെ പേരാണ് RJ11 കണക്ടർ. എക്സാമിന് ചോദിക്കാറുണ്ട്. മോഡവുമായി ടെലിഫോൺ ശൃംഖലയെ ടെലിഫോൺ നെറ്റ്വർക്കിനെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കണക്ടർ. അതിൻ്റെ പേര് RJ11 കണക്ടർ. നമ്മളിവിടെ പഠിച്ചത് 2 കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള ഡാറ്റ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സെൻഡ് ചെയ്യുന്ന പരിപാടിയാണ്. എന്നാൽ 2ലധികം കമ്പ്യൂട്ടറുകൾ വരുന്ന സമയത്ത് നമുക്ക് ഈ ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യുന്നത്, ഇൻഫർമേഷൻസ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൈമാറുന്നത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒരു ഡിവൈസിൻ്റെ ആവശ്യമുണ്ട്. അതിൻ്റെ പേരാണ് ഹബ്ബ്. ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് 8 പോർട്ടുകളുള്ള ഹബിൻ്റെ ചിത്രമാണ്. ഓക്കെ, ഈ ഹബ്ബ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള ഡാറ്റാസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ ഹബ്ബ് മാത്രമല്ല, ഹബ്ബ് പോലെ തന്നെ മറ്റൊരു ഉപകരണവും കൂടി നമുക്ക് ഹബ്ബിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ പേരാണ് സ്വിച്ച്. അപ്പോൾ എന്താണ് ഈ സ്വിച്ചും ഹബ്ബും തമ്മിലുള്ള വ്യത്യാസം? ഹായ് ഗൈസ്, ബിരിയാണി കൊണ്ടുപോയിട്ട് നല്ല സ്വാദുള്ള ബിരിയാണി. ഇപ്പം നമ്മുടെ JC സാറാണ് ഇവിടെ ഹബ്ബായിട്ട് ആക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പ്രിറ്റി മിസ് ഒരു മെസ്സേജ് JC സാറിനോട് പറഞ്ഞപ്പോൾ JC സാർ അതെന്ത് ചെയ്തു? അവിടെയുള്ള എല്ലാവരോടുമായിട്ട് ആ മെസ്സേജ് എത്തിച്ചു. ഇങ്ങനെയാണ് ഹബ്ബ് ആക്ട് ചെയ്യുന്നത്. അതായത് ഹബ്ബിലേക്ക് എത്തുന്ന ഒരു ഡാറ്റ ആ ഹബ്ബിൽ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ നോഡുകളിലേക്കും സെൻഡ് ചെയ്ത് കൊടുക്കും. അതാണ് ഹബ്ബ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വിച്ചോ? ബിരിയാണി ഒപ്പം ഇപ്പൊ നമ്മുടെ JC സാറ് സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. അതായത് JC സാറിലേക്ക് പ്രിറ്റി മിസ് ഒരു മെസ്സേജ് പാസ് ചെയ്തപ്പോൾ JC സാർ അത് എന്ത് ചെയ്തു? ആർക്കാണോ എത്തിക്കേണ്ടത് അവർക്ക് മാത്രമാണ് എത്തിച്ചു കൊടുത്തത്. ഇതേപോലെയാണ് നമ്മുടെ സ്വിച്ച് വർക്ക് ചെയ്യുന്നത്. സ്വിച്ചിലേക്ക് എത്തുന്ന ഒരു ഡാറ്റ ഏത് ഡിവൈസിനാണോ ഏത് കമ്പ്യൂട്ടറിനാണോ എത്തിക്കേണ്ടത് അതിന് മാത്രമേ എത്തിച്ചു കൊടുക്കൂ. എങ്ങനെയാണ് സ്വിച്ച് വർക്ക് ചെയ്യുന്നത്? ഹബ് ഇതാ, സ്വിച്ച് ഇതാ. ഈ രണ്ടും എന്താണെന്നുള്ള വ്യത്യാസം നമ്മൾ പഠിച്ചു. പക്ഷെ ഒരു ടേബിളിലൂടെ നമുക്ക് അതെന്താണെന്ന് കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആക്കാം.
ഓക്കെ, അപ്പൊ ഇത് ഹബ് ഇവിടെ പറയുന്നുണ്ട് ട്രാൻസ്ഫർ കോപ്പി ഓഫ് ദ ഇൻഫർമേഷൻ ടു ഓൾ കമ്പ്യൂട്ടേഴ്സ് ഇൻ ദ നെറ്റ്വർക്ക്. അതായത് ആ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറുകൾക്കും അതിന്റെ പ്രസ്തുത നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും അതിന്റെ ഒരു കോപ്പി, അതിന്റെ ഒരു പകർപ്പ് കൈമാറുകയാണ് ഹബ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ആ ഹബിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദ നെറ്റ്വർക്ക് വിൽ ബിക്കം കൺജസ്റ്റഡ്. ആ നെറ്റ്വർക്ക് തിരക്കേറിയതായി തീരുന്നു. നെറ്റ്വർക്ക് തിരക്കേറിയതായി തീരുന്നു. ആ ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്വിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ. സ്വിച്ചിന്റെ പ്രത്യേകത എന്താ? സ്വിച്ച് സെൻഡ് ദ ഡാറ്റ ഓൺലി ടു ദ പെർട്ടിക്കുലർ കമ്പ്യൂട്ടർ ടു വിച്ച് ഇറ്റ് ഷുഡ് ബി സെൻഡ്. ഏത് കമ്പ്യൂട്ടറിലേക്കാണോ സെൻഡ് ചെയ്യേണ്ടത് ആ ഒരു കമ്പ്യൂട്ടറിലേക്ക് മാത്രമേ ആ ഒരു വിവരം, ആ ഒരു നിർദ്ദേശം അയക്കുകയുള്ളൂ. ആ ഒരു വിവരം എത്തിക്കേണ്ട കമ്പ്യൂട്ടറിലേക്ക് മാത്രമേ അത് എത്തിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു സ്വിച്ചിന്റെ കാര്യത്തിൽ കൺജക്ഷൻ ഇൻ ദ നെറ്റ്വർക്ക് ഈസ് സിഗ്നിഫിക്കന്റ്ലി റെഡ്യൂസ്ഡ് ആണ്. അതായത് നെറ്റ്വർക്കിലുള്ള തിരക്ക് വളരെ കുറയുന്നു. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഹബിനെയും സ്വിച്ചിനെയും കുറിച്ചിട്ട് പഠിച്ചിരിക്കണം. ഇനി നമുക്ക് ഒരു ഡിവൈസിനെ കുറിച്ച് കൂടി പഠിക്കാനുണ്ട്. അതിന്റെ പേരാണ് മോഡം. മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ, ഈ രണ്ട് വേർഡിൽ നിന്നാണ് മോഡം എന്ന ഈ ഒരു വേർഡ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഈ മോഡത്തിന്റെ പണി? മോഡത്തിന്റെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഡാറ്റകൾ സൂക്ഷിക്കുന്നതും അതിനകത്ത് ഡാറ്റകൾ പ്രോസസ്സ് ആവുന്നതൊക്കെ ഡിജിറ്റൽ രൂപത്തിലാണ്. ഈ ഡിജിറ്റൽ സിഗ്നലിനെ നമ്മൾ ടെലിഫോൺ ലൈനിലൂടെ കടത്തിവിടുന്ന സമയത്ത് അത് വീക്കാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ടെലിഫോൺ ലൈനിലൂടെ അതിനെ കടത്തിവിടുമ്പോൾ ആ ഡിജിറ്റൽ സിഗ്നലിനെ നമ്മൾ അനലോഗ് സിഗ്നലായിട്ട് മാറ്റണം. ഇത്തരത്തിൽ ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലാക്കി മാറ്റാനും തിരിച്ചും നമുക്ക് സഹായിക്കുന്ന, അതിന് പറ്റുന്ന ഒരു ഉപകരണമാണ്, ഒരു ഡിവൈസാണ് മോഡം എന്ന് പറയുന്നത്. ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താണ് എന്നുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ഒരു റൂമിനകത്ത് ഒരുപാട് കമ്പ്യൂട്ടറുകൾ പരസ്പരം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നെറ്റ്വർക്കിനെയാണ് നമ്മൾ ലേൻ എന്ന് വിളിക്കുന്നത്, അതായത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. നിങ്ങളുടെ സ്കൂളിലെ ലാബിലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉണ്ടല്ലോ, അത് ലേനിനൊരു എക്സാമ്പിൾ ആണ്. ഒരു റൂമിനകത്തെയോ ഒരു ബിൽഡിങ്ങിനകത്തെയോ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെയാണ് നമ്മൾ ലേൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ നമ്മുടെ റെയിൽവേയിലെ നെറ്റ്വർക്കിനെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അതൊരു രാജ്യം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന നെറ്റ്വർക്ക് ആയിരിക്കും അല്ലേ? അതേപോലെ തന്നെ ബാങ്കിലെ നെറ്റ്വർക്കും രാജ്യം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന വൈഡായിട്ടുള്ള നെറ്റ്വർക്ക് ആയിരിക്കും. അത്തരത്തിലുള്ള വൈഡായ നെറ്റ്വർക്കുകളെയാണ് നമ്മൾ വാൻ എന്ന് വിളിക്കുന്നത്, അഥവാ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇത്ര സമയം നമ്മൾ പഠിച്ചത് കേബിൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് കമ്പ്യൂട്ടറുകളെ പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എന്നാൽ കേബിൾ ഉപയോഗിക്കാതെയും നമുക്ക് ഇത്തരത്തിൽ ഡിവൈസുകളെ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിനെയാണ് വയർലെസ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ വയർലെസ് ആയിട്ട് പരസ്പരം ഇത്തരത്തിൽ കമ്പ്യൂട്ടറുകളെയൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് RF തരംഗങ്ങളാണ്, അഥവാ റേഡിയോ ഫ്രീക്വൻസി വേവ്സ്. റേഡിയോ ഫ്രീക്വൻസി വേവ്സ് ഉപയോഗിച്ചിട്ടാണ് വയർലെസ് ആയിട്ട് കമ്പ്യൂട്ടറുകളെ കണക്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ നമ്മുടെ ലാപ്ടോപ്പുകളും സ്മാർട്ട് ഫോണുകളും ഒക്കെ തന്നെ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഡിവൈസുകളാണ്. ഗാഡ്ജറ്റുകൾ തമ്മിലുള്ള ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വയർലെസ് ടെക്നോളജീസ് ആണ് വൈഫൈയും ബ്ലൂടൂത്തും. വൈഫൈ നമുക്ക് ഭയങ്കര പരിചയമുള്ളതാണ്. വൈഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയർലെസ് ഫിഡിലിറ്റി. ബ്ലൂടൂത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ബ്ലൂടൂത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് ചെറിയ ദൂരത്തിൽ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന് ലെസ് പവർ, കുറച്ച് ഊർജ്ജം മാത്രം മതി എന്നുള്ളതാണ് ബ്ലൂടൂത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത് വ്യത്യസ്ത തരംഗദൈർഘ്യമുള്ള റേഡിയോ വേവ്സ് തന്നെയാണ്. നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾ അതിൻ്റെ നെയിമിങ്ങിലും അതിനകത്ത് ആശയവിനിമയം ചെയ്യുന്നതിലും ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിലൊക്കെ ചില പൊതു നിയമങ്ങൾ, ചില നോംസ് ഫോളോ ചെയ്യാനുണ്ട്. അത്തരത്തിലുള്ള നോംസിനെ, അത്തരം പൊതു നിയമങ്ങളെയാണ് നമ്മൾ നെറ്റ്വർക്ക് പ്രോട്ടോക്കോളുകൾ എന്ന് പറയുന്നത്. പ്രോട്ടോക്കോൾസ്. ഓക്കെ, SMB, SSH, TCP/IP, POP ഇവയൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില നെറ്റ്വർക്ക് പ്രോട്ടോക്കോളുകൾക്ക് എക്സാമ്പിളുകളാണ്. സർ, എന്താ കത്തൊക്കെ? ഒരാൾക്ക് കൊടുക്കാനുള്ള കത്ത. ദേവിക പിപി. ഇതൊന്ന് കൊടുക്കുമോ ദേവിക പിപിക്ക്? അതൊന്നും അറിയണ്ടേ, ഇതിനകത്ത് അഡ്രസ് ഉണ്ട്, അതിൽ കൊടുത്താൽ. ഓ ശരി.
ഇല്ല, നമുക്കിപ്പം ശനിയാഴ്ച ഞായറാഴ്ച ആണ് ലൈവ് വരുന്നത്. ഞായറാഴ്ച മെഗാ മാരത്തോൺ. ഒന്നുകൂടെ ഞാൻ ആ കത്ത് കൊടുത്തു. എന്തായിരുന്നു ആ കത്തിൽ? അത് ദേവിക പറ്റി ഇന്നലെ എന്നോട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ മറുപടിയാണ്. എന്ത് ചോദ്യം? അത് പ്രിയപ്പെട്ട ദേവിക പി പി, സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ദേവിക പി പി ഇന്നലെ എന്നോട് ചോദിച്ച കാര്യത്തിൻ്റെ മറുപടിയാണിത്. ദേവിക പി പി ഇന്നലെ എന്നോട് ചോദിച്ചത് എന്താണ് IP അഡ്രസ്? IP അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ദേവിക പിപിക്ക് ഒരു കത്ത് എഴുതിയപ്പോൾ ആ കത്ത് കൃത്യമായിട്ട് ദേവിക പിപിയുടെ വീട്ടിലേക്ക് എത്തിയത് എങ്ങനെയാ? അവിടെ ദേവിക പിപിയുടെ വീട്ടു നമ്പർ ഉപയോഗിച്ചത് കൊണ്ടാണ്. അതേപോലെ തന്നെ ദേവിക പിപി എനിക്ക് ഇങ്ങോട്ടേക്ക് കത്ത് അയച്ചപ്പോഴും അവിടെ എന്റെ വീട്ടു നമ്പർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ആ വീടുകളെ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടി അവിടെ ആ വീട്ടിന്റെ അഡ്രസ്സ് അഥവാ വീട്ടു നമ്പറാണ് ഉപയോഗിച്ചത്. അതേപോലെ ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകളെ പരസ്പരം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീട്ടു നമ്പർ പോലെ ഉപയോഗിക്കുന്ന ഒരു നമ്പർ ഉണ്ട്. അതിനെയാണ് നമ്മൾ IP അഡ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ IP അഡ്രസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചോ, IP address is given to a computer in a network based on the TCP/IP protocol, Transmission Control Protocol, Internet Protocol എന്നതാണ് അതിന്റെ പൂർണ്ണരൂപം. TCP/IP പ്രോട്ടോകോൾ അനുസരിച്ചിട്ടാണ് കമ്പ്യൂട്ടറുകൾക്ക് IP അഡ്രസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. കമ്പ്യൂട്ടറുകൾക്ക് IP അഡ്രസ് കൊടുക്കുന്നത് TCP/IP എന്ന പ്രോട്ടോകോൾ അനുസരിച്ചാണ്. നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് IP അഡ്രസ് നൽകുന്നത് TCP/IP പ്രോട്ടോകോൾ അനുസരിച്ചാണ് എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് പഠിച്ചു വെച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് കറന്റ്ലി ഉപയോഗിക്കുന്ന IP പ്രോട്ടോകോളുകൾ, അതിന്റെ വേർഷൻസ് ഏതൊക്കെ എന്നുള്ളത്. കറന്റ്ലി നമ്മൾ ഉപയോഗിക്കുന്നത് കറന്റ്ലി ഉള്ളത് 2 IP വേർഷൻസ് ആണ്. IPv4 അതേപോലെ തന്നെ IPv6. ഈ 2 വേർഷൻസ് ആണ് നിലവിലുള്ളത്. ചോദിക്കാറുണ്ട് കറന്റ് യൂസ് ചെയ്യുന്നത്, ചോദിക്കാറുണ്ട് IPv4 IPv6. പിന്നെ ഇവിടെ നിന്ന് തന്നെ ഈ സ്ലൈഡിൽ നിന്ന് തന്നെ നിങ്ങൾ പഠിക്കേണ്ടത് IPv4 പ്രകാരമുള്ള ഒരു IP അഡ്രസ്സിന് 32 ബിറ്റ് ആയിരിക്കും അതിന്റെ സൈസ് എന്ന് പറയുന്നത്. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 32 ബിറ്റ് ആയിരിക്കും. ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചാൽ 32 ബിറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ IPv6 ആണെങ്കിൽ അതിന് 128 ബിറ്റ് ആയിരിക്കും. 128 ബിറ്റ് ആയിരിക്കും. ഓക്കെ, IPv4 പ്രകാരമുള്ള IP അഡ്രസ് ആണെങ്കിൽ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, IPv4 ആണെങ്കിൽ അതിന്റെ ലെങ്ത് 32 ബിറ്റും IPv6 ആണെങ്കിൽ അതിന്റെ ലെങ്ത് 128 ബിറ്റുമായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? എന്നാൽ IPv4നെ കുറിച്ച് ഇത്ര മാത്രം നിങ്ങൾ പഠിച്ചാൽ പോരാ, കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. ഓക്കെ, IPv4 അഡ്രസ് സെറ്റ് അല്ലേ? ഇവിടെ ശ്രദ്ധിച്ചോ, നമ്മുടെ ഇവിടെ കാണുന്നത് IPv4 പ്രകാരമുള്ള ഒരു IP അഡ്രസ് ആണ്. ഇതിന്റെ പ്രത്യേകത നോക്കിയേ, ഇവിടെ 4 പാർട്ട് ഉണ്ട് അല്ലേ? 1 2 3 4 ടോട്ടൽ 4 പാർട്ട് ഉണ്ട്. ഇവിടെ ഡോട്ട് ഇട്ടിട്ടാണ് ഓരോ പാർട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഹാസ് 4 പാർട്ട് ഓഫ് ദ സൈസ് ഓഫ് 8 ബിറ്റ്സ്. അതായത് ഓരോ പാർട്ടിലും 8 ബിറ്റ്സ് വീതമായിരിക്കും അതിന്റെ സൈസ്. അങ്ങനെയാണ് 8 × 4 32 ബിറ്റ് IPv4 നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 8 ബിറ്റ്സ് ഈച്ച് സെപ്പറേറ്റഡ് ബൈ എ ഡോട്ട് വെച്ചിട്ടായിരിക്കും അത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇത് ഞാൻ പറഞ്ഞു IPv4 പ്രകാരമുള്ള ഒരു IP അഡ്രസ് ആണ് എന്ന്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? അതിന് ചില കാരണങ്ങളുണ്ട്. ചോദിക്കുക അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മളിപ്പോ പറഞ്ഞു 4 പാർട്ട് ഉണ്ട്, 4 പാർട്ടും ഡോട്ട് ഇട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഓരോ പാർട്ടിലും 0നും 255നും ഇടയിലുള്ള സംഖ്യകളായിരിക്കും വരുന്നത്. 0യും വരാം 255 വരാം, അതിനിടയിലുള്ള ഏത് സംഖ്യകൾ വേണമെങ്കിലും ഓരോ പാർട്ടിലും വരാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ IPv4നെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇനി ഒരു ചെറിയൊരു ചോദ്യം നോക്കട്ടെ, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇതിനെപ്പറ്റി പഠിക്കാം. ഒരു ചോദ്യം നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ ഇതാണ്: തന്നിരിക്കുന്നവയിൽ IPv4 പ്രോട്ടോകോൾ പ്രകാരമുള്ള IP അഡ്രസ് ആകുവാൻ സാധ്യതയില്ലാത്തത്, ശ്രദ്ധിക്കണം, സാധ്യതയില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. സാധ്യതയില്ലാത്തത് ഏത്? 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പം പഠിച്ചത് വെച്ചിട്ടൊന്ന് നോക്കിയേ. 4 ഓപ്ഷന്റെ കാര്യത്തിൽ നിങ്ങൾക്കറിയാം, 4 ഓപ്ഷനും 4 പാർട്ട് ഉണ്ട്, ഡോട്ട് ഇട്ടിട്ടാണ് സെപ്പറേറ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? 0നും 255നും ഇടയിലാണോ അല്ലെങ്കിൽ 0 250 അതിനിടയിലാണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. ആദ്യത്തെ ഓപ്ഷൻ നോക്കിയേ, ഇവിടെയുള്ള 4 പാർട്ട് നോക്കൂ. 4 പാർട്ടിലും 0നും 255നും ഇടയിലുള്ളത് തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ ഇത് കറക്റ്റ് ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സാധ്യത ഇല്ലാത്തതാണ്, തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടെയും 4 പാർട്ട് ഉണ്ട്, 4 പാർട്ടും 0നും 255നും ഇടയിലുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പൊ അതും സെറ്റാണ്. ഇത് നോക്കിയേ, ഇവിടെ എത്തുമ്പോഴാണ്
ഈ ഒരു സ്ഥലത്ത് എത്തുന്ന സമയത്ത് 256 255 വരെ വരാൻ പാടുള്ളൂ, 256 വരാൻ പാടില്ല, 256 വരാൻ പാടില്ല. സോ ഈ ഒരു ചോദ്യത്തിൽ ഇവിടെ നമ്മുടെ ശരിയായ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. കാരണം സാധ്യത ഇല്ലാത്തത് ചോദിച്ചു, അപ്പൊ ഇതാണ്. വേണ്ടിക്കുന്ന നാലാമത്തെ വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ 4 പാർട്ട് ഉണ്ട്, 4 പാർട്ടും 0-നും 255-നും ഇടയിലുള്ളത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇത്ര മാത്രമല്ല, നിങ്ങളൊന്ന് ഈ ഒരു IPv4 പറ്റി തന്നെ പഠിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് നിങ്ങളുടെ സ്കൂളിലെ കമ്പ്യൂട്ടർ ആണെന്ന് വിചാരിക്കാം. അവിടെ കുറേ ഇങ്ങനെ ലാപ്ടോപ്പ് അവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അവിടെ കുറേ ലാപ്ടോപ്സ് ഉണ്ട്. അതിൽ ഒരു നെറ്റ്വർക്കാണ്, ഒരു നെറ്റ്വർക്കിലുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിനൊക്കെ തന്നെ IP അഡ്രസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കിയേ. ഇവിടെ ആദ്യത്തെ 3 പാർട്ട്, രണ്ടാമത്തെ ലാപ്ടോപ്പിന്റെ ആദ്യത്തെ 3 പാർട്ട്, അടുത്തതിന്റെ ആദ്യത്തെ 3 പാർട്ട്, അടുത്തതിന്റെ ആദ്യത്തെ 3 പാർട്ട്, ഇതൊക്കെ തന്നെ സെയിം അല്ലേ? അതിന്റെ ഒക്കെ തന്നെ ആദ്യത്തെ 3 പാർട്ട് എന്ന് പറയുന്നത് സെയിം ആണ്. എന്നാൽ അവസാനത്തെ പാർട്ടോ, ഇവിടെയുള്ള അവസാനത്തെ പാർട്ട് നോക്കിയേ. അവസാനത്തെ പാർട്ട് ഡിഫറെന്റ്. ഇവിടെ വേറെ ഒന്നാണ്, ഇവിടെ വേറെ ഒന്നാണ്, ഇവിടെ വേറെ ഒന്നാണ്, ഇവിടെ വേറെ ഒന്നാണ് ഉള്ളത് അല്ലെ? ഒരേ നെറ്റ്വർക്കുള്ള കമ്പ്യൂട്ടർ ആണ്, പക്ഷെ അവസാനത്തെ പാർട്ട് മാത്രം ഡിഫറെന്റ് ആണ്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കുക. നമ്മുടെ ഒരു നെറ്റ്വർക്കിൽ നമ്മൾ അതിന്റെ IP അഡ്രസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, കമ്പ്യൂട്ടറിന്റെ IP അഡ്രസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ആദ്യത്തെ 3 പാർട്ടുകൾ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. കാരണം അത് സൂചിപ്പിക്കുന്നത് നെറ്റ്വർക്കിനെയാണ്. നെറ്റ്വർക്ക്, ശ്രദ്ധിക്കുക, അത് സൂചിപ്പിക്കുന്നത് നെറ്റ്വർക്കിനെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അവസാനത്തെ ഈ ഒരു പാർട്ടോ, അവസാനത്തെ ഈ ഒരു പാർട്ട് സൂചിപ്പിക്കുന്നത് സിസ്റ്റത്തെയാണ്. സിസ്റ്റം, ശ്രദ്ധിക്കണം, സിസ്റ്റം അഥവാ ഹോസ്റ്റ്. ഓക്കെ, ആ ഒരു സിസ്റ്റത്തെയാണ് അത്, അഥവാ ഹോസ്റ്റിനെയാണ്. അത് ഓരോ കമ്പ്യൂട്ടറിലും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ നമ്മൾ IP അഡ്രസ് എന്താണെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞല്ലോ. നമുക്ക് നമ്മുടെ ലാപ്പിലെ IP അഡ്രസ്സ് ഏതാണ് എന്നുള്ളത് നമുക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ IP അഡ്രസ് ചെക്ക് ചെയ്യാൻ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇതിനെയാണ് NM അപ്ലെറ്റ് എന്ന് പറയുന്നത്, നെറ്റ്വർക്ക് മാനേജർ അപ്ലെറ്റ്. ഇവിടെ താഴെ കണക്ഷൻ ഇൻഫർമേഷൻ എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കിട്ടുന്ന ഈ ഒരു വിൻഡോയിൽ ഇവിടെ ആയിട്ട് IP അഡ്രസ് ഇവിടെ കാണാൻ പറ്റും. പക്ഷേ ഇവിടെ ഈ ഒരു കമ്പ്യൂട്ടറൊക്കെ ഓഫാക്കി, അതേപോലെ നെറ്റ്വർക്കും സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞ് വീണ്ടും ഞാൻ ആ നെറ്റ്വർക്ക് ഓൺ ആക്കി ഓരോ കമ്പ്യൂട്ടറുകളും ആ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്ന സമയത്ത് ഈ IP അഡ്രസ്സൊക്കെ തന്നെ മാറി വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ ഓരോ തവണയും ഓരോ കമ്പ്യൂട്ടറും നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് IP അഡ്രസ്സ് ഓരോരോ കമ്പ്യൂട്ടറിനും കിട്ടുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി അവിടെ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് DHCP എന്ന് പറയുന്നത്, ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. ഈ ഒരു പ്രോട്ടോകോൾ, ആ ഒരു ടെക്നോളജി അനുസരിച്ചിട്ടാണ് ഓരോ തവണ നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്തും അതിന് ഓരോരോ IP അഡ്രസ്സ് കിട്ടുന്നത്. എന്നാൽ ഇത്തരത്തിലാകുമ്പോൾ ഈ IP അഡ്രസ്സ് മാറി മാറി വരും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഒരു സിസ്റ്റത്തിന് തന്നെ വേറെ വേറെ IP അഡ്രസ്സുകൾ ഓരോ തവണ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്തും വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെയല്ലാതെ പെർമനൻ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിന് ഒരു IP അഡ്രസ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സ്ഥിരമായിട്ട് എങ്ങനെയാണ് നമ്മുടെ ആ ഒരു സിസ്റ്റത്തിന് ഒരു നമ്മുടെ ലാപ്ടോപ്പിന് ഒരു IP അഡ്രസ്സ് സെറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അതിനായിട്ട് വീണ്ടും നമ്മുടെ NM അപ്ലെറ്റ് എടുക്കുക. ഇവിടെ താഴെയായിട്ട് എഡിറ്റ് കണക്ഷൻസ് എന്ന് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഈ ഒരു വിൻഡോയിൽ നമ്മുടെ കണക്ഷന്റെ നെയിം കാണാൻ പറ്റും, അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വിൻഡോ വരും. ഈ വിൻഡോയിൽ മുകളിലായിട്ട് IPv4 സെറ്റിംഗ്സ് എന്നൊരു ടാബ് കാണാം, ആ ഒരു ടാബ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഈ ഒരു ഭാഗത്ത് താഴെ മെത്തേഡ് എന്ന സ്ഥലത്ത് ഓട്ടോമാറ്റിക് DHCP എന്നാണ് കാണാൻ പറ്റുക. DHCP എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതല്ല നമുക്കിനി വേണ്ടത്, അത് മാറ്റിയിട്ട് മാനുവൽ കൊടുക്കണം. തിയറിയിൽ ചോദിക്കാറുണ്ട്, നമ്മളിവിടെ മാനുവൽ ആണ് ഇനി കൊടുക്കേണ്ടത്. എന്നിട്ട് ഇവിടെയുള്ള ആഡ് എന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വരുന്ന ഈ ഒരു ഭാഗത്ത് അഡ്രസ് എന്ന ഭാഗത്ത് കൃത്യമായിട്ട് 192.168.1. അത്രയും കൊടുത്ത ശേഷം അവസാന ഭാഗം നമ്മുടെ ഹോസ്റ്റിനെയാണല്ലോ സൂചിപ്പിക്കുന്നത്. അവിടെ നമ്മൾ 2 മുതൽ 254 വരെയുള്ള ഏത് സംഖ്യ വേണമെങ്കിലും കൊടുക്കാം. എന്നാൽ 0ഉം 1ഉം 255ഉം കൊടുക്കില്ല, കാരണം അത് ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതാണ്. അപ്പോൾ കൃത്യമായി കൊടുത്ത ശേഷം നെറ്റ് മാസ്ക് എന്ന സ്ഥലത്ത് 255.255.255.0 ഈ രീതിയിൽ കൊടുക്കുക. ഇത് തെറ്റിപ്പോവാതെ കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ കൊടുക്കുക. എന്നിട്ട് ഗേറ്റ്വേ എന്ന സ്ഥലം കാണാലോ, ഈ ഗേറ്റ്വേ എന്ന ഭാഗത്ത് 192.168.1.1. ഓക്കെ, ഈ രീതിയിൽ കൊടുക്കുക. അത്രയും കൊടുത്ത ശേഷം താഴെയായിട്ട് DNS സെർവേഴ്സ് എന്ന് കാണാൻ പറ്റും. അവിടെയും 192.168.1.1 എന്നിങ്ങനെ കൊടുക്കുക. എന്നിട്ട് താഴെയുള്ള സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമ്മുടെ IP അഡ്രസ്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെത് നമ്മൾ മാറ്റം വരുത്തിയിട്ടുള്ള ആ ഒരു IP അഡ്രസ്സ് ആയിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവും.
എൻ്റെ ഈ ഒരു ലാപ്ടോപ്പിനകത്ത് ഓഗിയുടെ ഒരു ചിത്രമുണ്ട്. ആ ഒരു ചിത്രത്തിൻ്റെ അതിൻ്റെ പേര് അതെവിടെയാണ് ഉള്ളത് എന്നുള്ളതും അതേപോലെ ഈ ലാപ്ടോപ്പിൻ്റെ IP അഡ്രസ്സ് ഏതാണെന്നുള്ളതും അതിൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ തന്നെ എനിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഓഗിയുടെ ചിത്രത്തെ എനിക്ക് എൻ്റെ ഈ രണ്ടാമത്തെ ലാപ്ടോപ്പിലേക്ക് എത്തിക്കാൻ പറ്റും. അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇനി പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യം നമ്മുടെ ഹോമിലേക്ക് പോവുക. ഹോമിൽ താഴെയായിട്ട് അതർ ലൊക്കേഷൻസ് എന്ന് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ കണക്ട് ടു സെർവർ എന്നതിന്റെ നേരെയായിട്ട് ഈ പറയുന്ന കാര്യം അതേപോലെ കൊടുക്കുക. SSH:/ ഇട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടർ എയുടെ IP അഡ്രസ് എന്താണോ അത് കൃത്യമായിട്ട് കൊടുക്കുക. എന്നിട്ട് കണക്ട് എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ എ ഉണ്ടല്ലോ അതിന്റെ യൂസർ നെയിമും പാസ്വേഡും അടിക്കാൻ പറയും. അത് കൃത്യമായിട്ട് അടിക്കുക. എന്നിട്ട് കണക്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ എ, അതായത് ഓഗിയുടെ ചിത്രമുള്ള ആ ഒരു കമ്പ്യൂട്ടർ എയിലെ ഫയലുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നിന്ന് എവിടെയാണോ നമ്മൾ ആ ഒരു ഓഗിയുടെ ഫോട്ടോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു ഫോൾഡർ കൃത്യമായിട്ട് കണ്ടുപിടിക്കുക. അവിടെ നിന്നും നമുക്ക് ആ ഒരു ഫോട്ടോ നമ്മുടെ ഈ ഒരു കമ്പ്യൂട്ടർ ബിയിലേക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ഇതാ ഇവിടെ കൃത്യമായിട്ട് ആ ഒരു ഫയൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ogi.jpg എന്ന ഫയൽ കാണാൻ പറ്റും. അത് ഞാനിവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്കിതിനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് നമ്മുടെ ഈ ഒരു കമ്പ്യൂട്ടറിന്റെ ഡെസ്ക്ടോപ്പിലേക്ക് ഞാൻ വലിച്ചിട്ടു, ഡ്രാഗ് ചെയ്തിട്ടു. അപ്പൊ നമ്മുടെ ഈ ഒരു കമ്പ്യൂട്ടറിലേക്ക് ആ ഒരു ഓഗിയുടെ ആ ഒരു ചിത്രം നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടും. എന്താണ് ഫയർവാൾ? ഓണറിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഇൻ്റർനെറ്റ് പോലുള്ള ഒരു ഫ്രീ മീഡിയത്തിൽ നിന്ന് മറ്റൊരാൾ നമ്മുടെ കമ്പ്യൂട്ടറിലേക്കോ അല്ലെങ്കിൽ നെറ്റ്വർക്കിലേക്കോ കടന്നു വരുന്നത് തടയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഫയർവാൾ. ഇത് നമ്മുടെ ഹാർഡ്വെയറിൻ്റെയോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെയോ ഹെൽപ്പോട് കൂടി നമുക്കിത് സാധ്യമാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത്തരത്തിലൊരു സിസ്റ്റമാണ് ഫയർവാൾ എന്ന് പറയുന്നത്. ഹൈ കമ്പ്യൂട്ടിംഗ് പെർഫോമൻസ് ആവശ്യമായിട്ടുള്ള ടാസ്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണയായിട്ട് നല്ല ഹൈ കപ്പാസിറ്റിയുള്ള സെർവറുകളാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ അതിന് പകരം നമ്മുടെ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള നെറ്റ്വർക്കിൽ ഏർപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചിട്ട് ഈ ടാസ്കുകൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് നമ്മളൊരു കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ അതിന്റെ എഫിഷ്യൻസിയുടെ 10% താഴെയൊക്കെ തന്നെ നമ്മൾ പ്രയോജനപ്പെടുത്താറുള്ളൂ. എന്നാൽ ഇങ്ങനെ പാഴായി പോകുന്ന റിസോഴ്സുകളെ എഫക്റ്റീവായി യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് കൊണ്ടുള്ള പ്രയോജനം. ഇയാൻ ഫോസ്റ്റർ, കാൾ കെ സൈൽമാൻ, സ്റ്റീവ് ട്യൂക്കെ എന്നിവരാണ് ഗ്രിഡ് കമ്പ്യൂട്ടിങ്ങിന്റെ പിതാക്കൾ എന്ന് പറയുന്നത്, അഥവാ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് മറ്റൊരു സ്ഥലത്തിരുന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയാലോ, അതിനെ സഹായിക്കുന്നതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. പ്രൈവറ്റ്, പബ്ലിക്, ഹൈബ്രിഡ് ക്ലൗഡുകൾ ഇന്ന് ലഭ്യമാണ്. വൈഫൈയെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ റേഡിയോ ഫ്രീക്വൻസി വേവ് ആണ് ഉപയോഗിക്കുന്നത്. എന്നാൽ റേഡിയോ ഫ്രീക്വൻസി വേവ് അല്ലാതെ ലൈറ്റ് ഉപയോഗിച്ചിട്ട്, അഥവാ ദൃശ്യപ്രകാശം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വയർലെസ് നെറ്റ്വർക്കിംഗ് സാധ്യമാക്കാൻ പറ്റുന്നതാണ് ലൈഫൈ എന്ന് പറയുന്നത്. അവിടെ ലൈറ്റോ അല്ലെങ്കിൽ അതിനടുത്തുള്ള ഇൻഫ്രാറെഡ്, അൾട്രാ വയലറ്റ് വികിരണങ്ങളോ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് അവിടെയുള്ള പ്രത്യേകത. അതായത് നമുക്ക് നെറ്റ്വർക്കിന് വേണ്ടിയും പ്രകാശത്തിന് വേണ്ടിയും നമ്മൾ ഒരേ ബൾബ് ഉപയോഗിക്കുന്ന ഒരു കാലമായിരിക്കും ഈ ലൈഫൈ സാധ്യമായാൽ നമുക്ക് മുന്നിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത്. അത്തരമൊരു കാലത്തെപ്പറ്റി നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അത് സാധ്യമാക്കുകയാണ് ലൈഫൈ എന്ന് പറയുന്നത്. ഇതോടുകൂടി നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ മുഴുവൻ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു IT വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് മീ ദർശിത്, സൈനിങ് ഓഫ് ഫ്രം സൈലന്റ് ലാൻഡ്.